നമസ്കാരം. റിപ്പോർട്ടർ ചാനലിനെതിരെ ആഞ്ഞടിച്ച് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. റിപ്പോർട്ടർ ടിവിയുടേത് തട്ടിക്കൂട്ട് ലൈസൻസ് ആണെന്ന് സാബു എം ജേക്കബ് ആരോപിച്ചു. ഉടമകളായ ആൻഡോ സഹോദരന്മാർക്ക് ദേശീയ സുരക്ഷാ അനുമതി ലഭിച്ചില്ല. ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് വേണം. ഇവിടെ ഒരു ചാനൽ തന്നെ ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളത് ദുരൂഹമാണെന്ന് സാബു എം ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2021 മുതൽ റിപ്പോർട്ടർ പ്രവർത്തിച്ചിരുന്നത് ക്ലിയറൻസ് ഇല്ലാതെയായിരുന്നു. റിപ്പോർട്ടർ ടിവിക്ക് ലൈസൻസ് അനുവദിച്ചത് MV നികേഷ് കുമാറും റാണി നികേഷ് കുമാറും ലാലിയ ജോസഫും ഡയറക്ടർമാരായിരുന്ന ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ പേരിലായിരുന്നു. ഈ കമ്പനിക്ക് അനുവദിച്ച ലൈസൻസ് മറ്റൊരു കമ്പനിക്ക് കൈമാറിയതിലെ നിയമവിരുദ്ധതയാണ് സാബു കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകൾ. റിപ്പോർട്ടർ ചാനൽ ഇന്ന് പിണറായി സർക്കാർ ചെയ്യുന്ന അഴിമതികൾ വെള്ളപൂശി പ്രവർത്തിക്കുകയാണ്. ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടർമാർ നികേഷും റാണിയുമാണ്. അവരുടെ പേരിലാണ് ലൈസൻസ്. എന്നാൽ നിലവിൽ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് അവർ റിപ്പോർട്ടർ ചാനൽ വാങ്ങിയെന്നാണ്. 2022 വരെ ലൈസൻസ് ലീസിനെടുത്ത് നടത്താമായിരുന്നു. എന്നാൽ 2023 ആ നിയമത്തിൽ മാറ്റം വന്നു. എന്നിട്ടും ഇവർ എങ്ങനെ ചാനൽ നടത്തുന്നുവെന്ന് സാബു എം ജേക്കബ് ചോദിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിക്കാണ് ചാനൽ കൈമാറിയത്. എന്നാൽ കേന്ദ്ര ചട്ടപ്രകാരം ആർക്കാണോ ലൈസൻസ് അയാൾ തന്നെയാണ് ചാനൽ നടത്തേണ്ടത്. 2022 വന്ന പുതിയ നിയമപ്രകാരം ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ നേരിട്ട് ചാനൽ നടത്താൻ അനുമതിയുള്ളൂ എന്നതും മുമ്പുണ്ടായിരുന്ന ലൈസൻസ് ലീസ് നൽകുന്ന രീതി നിർത്തലാക്കിയതും റിപ്പോർട്ടർ ടിവിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നികേഷിൻ്റെയും റാണിയുടെയും സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഒരു നിമിഷം പോലും ചാനൽ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. റിപ്പോർട്ടർ ടിവി അനധികൃതമായി പ്രവർത്തിച്ചതിൽ അന്വേഷണം വേണമെന്നും സാബു എം ജേക്കബ് ആവശ്യപ്പെട്ടു. പണത്തിന്റെ സ്രോതസ്സിൽ അന്വേഷണം വേണം. മെസ്സി വരുമെന്ന് പറഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ചു. ഇതിലെല്ലാം അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് ചാനൽ പ്രവർത്തിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും ദേശീയ സുരക്ഷാ ലൈസൻസും ഇല്ലാത്ത ചാനലാണ് റിപ്പോർട്ടർ ചാനലെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. യാതൊരുവിധ സുരക്ഷാ പരിശോധനകളും ഇല്ലാതെ ഒരു സാറ്റലൈറ്റ് ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നത് ഗൗരവകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാനൽ ഇന്ന് തന്നെ അടച്ചുപൂട്ടി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമപരമായി ഒരു നിമിഷം പോലും പ്രവർത്തിക്കാൻ അനുവാദമില്ലാത്ത ഈ ചാനൽ കോടികൾ മുടക്കി കെട്ടിപ്പൊക്കിയത് എങ്ങനെയെന്ന് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൈരളി ചാനലിനേക്കാൾ മോശമായ രീതിയിലാണ് റിപ്പോർട്ടർ ടിവി സർക്കാരിൻ്റെ അഴിമതികളെ ന്യായീകരിക്കുന്നതെന്ന് സാബു എം ജേക്കബ് വിമർശിച്ചു. റിപ്പോർട്ടർ ചാനലിലെ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചെന്ന് ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസ് ചോദ്യം ചെയ്തുള്ള സാബു എം ജേക്കബിൻ്റെ ഹർജിയിലാണ് റിപ്പോർട്ടർ ചാനലിൽ ലൈസൻസ് ഉടമകൾക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചെന്ന കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയെ വാക്കാൽ അറിയിച്ചത്. ചട്ടം മറികടന്നാണ് ചാനലിന്റെ ലൈസൻസ് കൈമാറിയത് എന്നതായിരുന്നു ഹർജിയിലെ പ്രധാന വാദം. നിലവിലെ ഡയറക്ടർമാർ എന്ന് പറയുന്നവർക്ക് നിയമപരമായി ചാനൽ നടത്താൻ അവകാശമില്ലെന്നും സാബു എം ജേക്കബ് ഹർജിയിൽ പറയുന്നുണ്ട്. ലൈസൻസ് കൈമാറിയ കാര്യം ബന്ധപ്പെട്ട മന്ത്രാലയത്തെ അറിയിച്ചില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു. ഹർജിയിൽ ലൈസൻസ് ഉടമ MV നികേഷിനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 2 വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വിശദീകരണം പരിശോധിച്ച ശേഷം നിയമാനുസൃത നടപടി സ്വീകരിക്കാനും കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി.